am dead. Only sky, right? Push. Ah, done. Hi guys, welcome to Pit Stop. So today I am driving the petrol Thar. So that is special, right? Actually this is the petrol automatic variant, and today I will be reviewing the petrol Thar. And not just that, we are going to do a small giveaway off-road experience for a couple of people who has participated in the giveaway experience. So welcome to Pit Stop, and thank you so much for coming guys, and so let's kickstart the drive. Alright, so we will be reviewing the Thar and we will be doing a small giveaway, right? Before getting into the video, please subscribe to our channel and also hit the bell icon so that you will get all the notifications, and please follow us on Facebook, Twitter and Instagram. Thank you so much for coming. Enda pere? Ajit. Giridhar? Fardeen. Okay. Roller coaster pole. Hi! എങ്ങനെയുണ്ടായിരുന്നു ജമ്പ്? അടിപൊളിയായിരുന്നു. ഓക്കെ. നമ്മളിപ്പോൾ ന്യൂലി വെഡ് കപ്പിൾസിനാണ് ഒരു എക്സ്പീരിയൻസ് കൊടുക്കാം. അതിനു മുമ്പ് ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് ജംപ് ഇൻ എ കാർ? No. Except for the highway jump. When the bridges and your car goes like this. Alright. How was it? Good. Easy. But it finished too soon. We'll do one more. Yes. Build up. Two jumps for the newlywed couples. Thank you so much. Thank you. My pleasure. It's so nice. Thank you so much for coming all the way actually. No. Totally worth it. Yes. ഇതിനു മുമ്പ് കാറിൽ ചാടിയിട്ടുണ്ടോ? ചാടിയിട്ടില്ല. Okay. Let's go. സീറ്റ് ബെൽറ്റ് ഇല്ല, എല്ലാരും സേഫ് അല്ലേ? ഓക്കെ. എവിടെയും തട്ടിയില്ലല്ലോ? ഓക്കെ, ഓൾ ഗുഡ്. മോസ്റ്റ് ടാലന്റഡ് ഫോട്ടോഗ്രാഫർ ഇൻ ഇന്ത്യ, കാർത്തിക് നായർ ഇരുത്തിയിട്ട് ചെറിയൊരു ജമ്പിങ് എക്സ്പീരിയൻസ് കൊടുക്കാൻ പോവാണ്. ഓൾവേസ് ബിഹൈൻഡ് ദ ക്യാമറ ആയത് കാരണം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആക്കി മാറ്റിയെന്ന്. എന്നാണ് ശരിക്കും നിങ്ങൾ താറ് മാറാക്കിയത്? ചട്ടച്ചട്ടിയെടുക്കില്ല അപ്പോഴേ ലാസ്റ്റ് അല്ലേ? ആ മുമ്പ് പോയി. കഴിഞ്ഞ തവണ ചെയ്തത് ഓർമ്മയില്ലേ? കഴിഞ്ഞ തവണ ഞാൻ എന്ത് ചെയ്തു? ഓക്കെ, ലെറ്റ്സ് ഗോ. I am dead.
So we just finished flying with the Thar, and what we are going to do is we are going to give another experience for the giveaway winners, and we will show you once we start the car actually. Wow. Okay, so നമ്മൾ പോവാണ് താറിൽ. വെറും 2-wheel drive ആണ് കേട്ടോ. How is that? Seat belt ഇട്ടിട്ടില്ലേ? ഓഫ് റോഡിൽ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല കേട്ടോ. ഓഫ് റോഡ് ഇതെല്ലാം നമ്മൾ കണ്ട് പരിചയമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? ജമ്പിനേക്കാളും അടിപൊളിയാ? സീസോ ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ കറക്റ്റ് 2 വീലിലാണ് വെഹിക്കിൾ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കിയോ, ഒന്ന് കുലുങ്ങി കഴിഞ്ഞാൽ വണ്ടി സീസോ. ഓക്കെ, ഇപ്പൊ കുറച്ചും കൂടെ സീസോ ആയില്ലേ? ഇനി അവസാനം ഓവർ സീസോ ആവാതെ നമ്മൾ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യണം. ഓക്കെ ഓക്കെ ആക്ച്വലി ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഇതാണ് താറിനെ സംബന്ധിച്ചിടത്തോളം. അപ്രോച്ച് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമുക്ക് വെഹിക്കിള് ഇങ്ങനെ കയറുന്നുള്ളത്. എങ്ങനെ സ്ട്രെയിറ്റ് കയറും, പക്ഷെ അപ്പുറത്ത് അൺഈവൻ അല്ലേ, നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മള് എന്തെങ്കിലും ഓക്കെ സീറ്റിലിരുന്ന മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്താ കാണുന്നത്? ഓൺലി സ്കൈ റൈറ്റ്. ഇത് എൻട്രി ലെവൽ ഒരു ഓഫ് റോഡറാണ്, പ്രോപ്പർ ഓഫ് റോഡറാണ് താർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ലക്ഷൂറിയസ് ഓഫ് റോഡിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ റേഞ്ച് റോവറിലൊക്കെ പോയി കഴിഞ്ഞാൽ റേഞ്ച് റോവറിന് ഇത് ചെയ്യാൻ പറ്റും, പക്ഷേ കംപ്ലീറ്റ് ലക്ഷറി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 360 ഡിഗ്രി ക്യാമറ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഒന്നും കാണുന്നില്ലല്ലോ ഫ്രണ്ടിൽ. 360 ഡിഗ്രി ക്യാമറ ഉള്ളപ്പോൾ ഫ്രണ്ടിൽ എന്താ ഉള്ളതെന്ന് കാണും. അപ്പോൾ വിസിബിൾ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. വേറെ ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ബാക്കിയുള്ളവർക്കൊരു ചെറിയൊരു കൊടുക്കാം. നോക്കാം. Okay, let's start. Okay, newlywed couples. Right. So let's go. So actually, what we are doing is like pretty easy. Okay. Not for me, for the car. Okay. All good? Yes. എനിക്ക് അത്ര തോന്നില്ല. I will not feel that much, because I am holding to a steering wheel, right? So because you guys are not holding to anything, only the handlebar, you will feel even more scary. Now we are actually standing on 3 wheels. Okay. Now 2 wheels. Can you feel that? Seesaw. If you push, the car will dance. Okay, now landing time. Again seesaw. Now we have lost a bit. Okay. What can you see? Just the sky, right? Yes. Now a little bit tough reverse, and then that's it. Simple.
All good? You just have to understand physics. I'm not an expert, okay? I've never done any sort of off-roading, but just, you know, watching so many videos and reading so many articles, you just have to understand physics. So ingane പോകുമ്പോൾ wheels 4 wheelum it has to be on the ground, right? So അത് ആലോചിച്ചാൽ മതി. ചെറിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടോ? Yes. So just to give a final shot. All right guys, thank you so much. Thank you. Bye bye. Driving the Thar petrol, and just the giveaway is over, and I have made these two people sit right near me. Always these people will be behind the camera, and you know, compared to the diesel, the petrol is even more smoother, and seriously this is very, very smooth, and you can really enjoy a highway experience. And even off the road with the 6-speed torque converter automatic, the gearbox is pretty responsive, I should say, and at the same time it is very, very smooth as well. So you don't need to worry about anything if you are going for an automatic. The gearbox will take the control, and of course all you have to do is select the proper low range gearbox. You have to put it in 4-wheel low mode. If you are stuck somewhere, you can put it in 4-wheel high and 2-wheel high as well. So overall, the Young Stallion 150, which is coming with 150 bhp of maximum power and 320 Newton meters of torque, with this sort of ground clearance, with this sort of off-road equipment, overall this Thar is like, you know, incredible car. I would love to drive this car up to the mountains as in I'm talking about the Himalayas one day. Let's see how it happens. Pretty soon I seriously want to drive it on a December so that we can experience a bit of snow. So the hard top and the soft top, see, you can listen to a lot of wind noise, right? So that is the only difference. If it's a hard top, you will feel a little bit of wind noise once you cross 120 km/h, and if it's a soft top, you can experience this wind noise if you cross right after 80 km/h. So that is the only difference. Other than that, the Thar is pretty smooth, and all it takes is just 2 minutes to remove the soft top and make this car a convertible. It's awesome. It's a great highway cruiser. With this sort of ground clearance, you get a really commanding view. Even if a truck guy is coming near you, you can just look him like this. That gives a special feeling, right? So I'm driving the Thar on a highway right now, and it feels very smooth. That is the main USP of the new Thar. You can use it as a daily. This is a butter smooth vehicle. Overall, I just love the Thar, guys. I will have to admit that. I'm just looking for another opportunity to drive this car again and again and again. Hope you guys enjoyed today's video. We just gave a small giveaway. Actually, this will be I think this is our first giveaway. Also, we gave you a small quick drive experience of the petrol variant. So overall, Thar is a much desirable SUV, right? Everybody will feel like, let's buy a Thar. So that is the specialty of the Thar. Actually, we have to thank Mahindra for bringing this new generation Thar, which is even more smoother, which is perfect for daily use, and also this is a lovely vehicle, and you know, very capable off-roader also. So overall, I'm looking for experiences where I can drive the Thar again and again, and I'm looking forward to drive this car to the Himalayas as well. And I hope you guys liked today's video. We will be coming with more videos, so please subscribe and hit the bell icon as well, so that you will get all the notifications. And please follow us on Facebook, Twitter and Instagram. In my opinion, I think in 2020 the best thing happened in the automobile world is this, the Mahindra Thar, and this should be given the award for the car of the year. Yes, really, Thar can be awarded as the car of the year, guys. Thank you so much for watching. Bye bye.